വിശദാംശത്തിന് CPM പ്രതിനിധി കെ അനിൽകുമാർ കൂടി ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ അനിൽകുമാർ, നമുക്കറിയാം ഇപ്പോൾ വിജിലൻസ് കമ്മീഷണറാണ് വിഷയം അന്വേഷിക്കുന്നത്. പക്ഷേ ഓരോ ദിവസം കഴിയും തോറും കൂടുതൽ കാര്യങ്ങൾ വെളിവായിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ മോഷണം നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ വ്യക്തവുമാണ്. അപ്പോൾ ഒരു കേസെടുത്ത് അന്വേഷിക്കേണ്ട കാര്യമല്ലേ ഇത്? ഇപ്പോൾ ഒരു കേസ് കൊടുക്കാൻ പോലും സർക്കാർ മുന്നോട്ട് വന്നിട്ടില്ല എന്നുള്ളത് തന്നെയല്ലേ? ഒരു കുറ്റകൃത്യം വെളിവാക്കപ്പെട്ടാൽ ഒരു തരത്തിലും കുറ്റവാളിക്കൊപ്പം നിൽക്കാത്ത സർക്കാരെന്ന് മാത്രമല്ല, എല്ലാ കുറ്റകൃത്യങ്ങളുടെയും അടിവേര് തേടി ശരിയായ കുറ്റവാളികളെ കണ്ടെത്തുന്ന ഒരു നിലയാണ് കേരള സർക്കാർ എപ്പോഴും സ്വീകരിക്കുന്നത്. അത് ഒരു കാര്യത്തിലും കേരള സർക്കാർ അറച്ചു വന്നിട്ടില്ല. ഇപ്പോൾ എന്തായാലും ദ്വാരപാലക ശില്പങ്ങളിൽ ചെമ്പിൽ സ്വർണം പൂശി അവിടെ ലഭ്യമായിട്ടുണ്ട്. മുമ്പും അത് 2019 ചെമ്പിൽ സ്വർണം പൂശി അവിടെ ലഭ്യമായിരുന്നു. അത് ഏറ്റവും നല്ല നിലയ്ക്ക് നവീകരിച്ചത് സ്മാർട്ട് ക്രിയേഷൻസ് എന്ന സ്ഥാപനമാണ്. എത്രത്തോളം സ്വർണം അതിനവിടെ ചെലവായിരുന്നു എന്നുള്ളതും അവിടെ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ അതിന്റെ മഹസറിന്റെ ഭാഗമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ എത്രത്തോളം ഗ്രാം സ്വർണം അതിലുണ്ട് എന്നും നമുക്ക് വ്യക്തതയുണ്ട്. ഇനി വ്യക്തമാകേണ്ടത് എന്താണ്? വിജയമല്യ ഇത് കൈകാര്യം ചെയ്തപ്പോൾ അവിടെ സ്വർണം ക്ലാഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് സ്വർണ്ണ പാടി അടിച്ചു വെക്കുകയാണോ അതോ സ്വർണം പൂശുകയാണോ ചെയ്തത്? ഇത് മനസ്സിലാക്കണമെങ്കിൽ ചുവരുകളിലെയും അതുപോലെ തന്നെ മേൽക്കൂരയിലെയും പരന്ന പ്രതലം പോലെയല്ല ദ്വാരപാലക ശില്പം. അത് ആൾരൂപമാണ്. ഒരു ആൾരൂപത്തിൽ സ്വർണം കൊണ്ടുള്ള പാളി അടിച്ചു വെക്കാനുള്ള സാങ്കേതിക വിദ്യ ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല. അറിയാവുന്നവരാണത് പറഞ്ഞു തരേണ്ടത്. അപ്പോൾ സ്വർണം കൊണ്ട് ആൾരൂപം ഉള്ളിടത്ത് പാളി അടിച്ചു വെക്കാൻ ടെക്നോളജി ഉണ്ടെങ്കിൽ ഇത് പുറത്തു കൊണ്ടുപോകേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. അതേസമയം സ്വർണം പൂശൽ വേണ്ടിയിരുന്നെങ്കിൽ ചിലപ്പോൾ ഒരു ചെറിയ ഭാഗം മാത്രം കൊണ്ടുപോകേണ്ടി വരുന്നത് കൊണ്ട് അത്യാവശ്യമായി മാനുവലിന്റെ ഒരു വകുപ്പ് പറയുന്ന പ്രകാരം അത്യാവശ്യമുണ്ടെങ്കിൽ തന്ത്രിയുടെ അനുവാദത്തോടെ കൊണ്ടുപോകാനും കഴിയും. പ്രധാനപ്പെട്ട കാര്യം, വിജയമല്യ അവിടെ 1999 അവിടെ ഈ ഭാഗത്ത് ദ്വാരപാലക ഭാഗത്ത് ചെമ്പിൽ എത്രത്തോളം സ്വർണം ചേർത്താണ് അവിടെ സമർപ്പിച്ചത് എന്നുള്ളതിന്റെ വിവരങ്ങൾ മഹസർ കൊണ്ട് കാണേണ്ടതാണ്. അതിൽ നിന്നും ഈ പൂച്ചി 2 തവണ കൊണ്ടുപോയപ്പോൾ എത്രത്തോളം തൂക്കം കുറവ് വന്നിട്ടുണ്ട്, ഇത് പരിശോധിക്കുമ്പോൾ കാര്യങ്ങൾ വ്യക്തമാകുമല്ലോ. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ എന്തെങ്കിലും ഉണ്ടോ ഇല്ലയോ എന്നുള്ള പരിശോധനയാണ് ഇപ്പൊ നടക്കേണ്ടത്. ആ പരിശോധന പൂർത്തിയായാലുടൻ തന്നെ സംസ്ഥാന സർക്കാർ അക്കാര്യത്തിൽ ഉചിതമായ നിലപാടുകൾ സ്വീകരിക്കുക തന്നെ ചെയ്യും. സതുദ്ദേശപരമായിട്ടാണ് ദേവസ്വം ബോർഡ് പെരുമാറിയത്. ഉദ്യോഗസ്ഥന്മാരുൾപ്പെടെയുള്ളവർ കൂടി ഇത് പോകണമെന്നാണ് നിർദ്ദേശിച്ചിരുന്നത്. 2019 ഉദ്യോഗസ്ഥന്മാർ കൂടെ പോയിട്ടുണ്ടോ എന്നുള്ളത് പരിശോധനയുടെ ഭാഗമായി കണ്ടെത്തേണ്ട കാര്യമാണ്. ഒറ്റയ്ക്കൊരു പോറ്റിയുടെ കയ്യിൽ കൊടുക്കാനും ദേവസ്വം ബോർഡിന്റെ ഒരു ഉത്തരവിലും നിർദ്ദേശിച്ചിട്ടില്ല എന്നുള്ളതാണ് ഉത്തരവ് വായിച്ചപ്പോൾ ഞാൻ മനസ്സിലാക്കിയത്. ഓക്കെ, വളരെയധികം നന്ദി ശ്രീ കെ അനിൽകുമാർ പ്രതികരിച്ചതിന്.